ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടത്തിലെ 8-ാം വാരം ചൊവ്വാഴ്ച. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള തിരുവചനം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പത്രോസിൻ്റെ ഒരു ചോദ്യമാണ്. കർത്താവ്, നിനക്ക് വേണ്ടി ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചാണ് വന്നിരിക്കുന്നത്, അപ്പോൾ ഞങ്ങളുടെ കാര്യം എന്ത്? ഈ ഒരു ചോദ്യത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ധനികനായ യുവാവ് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നു. കർത്താവ് കൊടുക്കുന്ന ഉപദേശം തൻ്റെ കയ്യിലുള്ള സ്വത്ത് കൂടുതലുള്ളത് കൊണ്ട്, തനിക്കത് വിറ്റ് കഴിക്കാൻ സാധിക്കാത്തത് കൊണ്ട്, മനസ്സില്ലാത്തത് കൊണ്ട് താൻ ദുഃഖിതനായി തിരിച്ചു പോകുമ്പോൾ കർത്താവ് പറയുന്നു, ഉള്ളവന്, ഇങ്ങനെ സമ്പത്തും എല്ലാം ഉള്ളവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിലും എളുപ്പം ഒരു സൂചിക്കൊള്ളിലൂടെ ഒരു ഒട്ടകം പ്രവേശിക്കുന്നതാണെന്ന് പറയുന്ന സാഹചര്യത്തിലാണ് ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ് ചോദിക്കുന്നത്, ഇതെല്ലാം ഞങ്ങളൊന്നും ഇതിൻ്റെ പിറകെ പോയതല്ല, ഞങ്ങളിതെല്ലാം വിട്ടിട്ടാണ് നിനക്ക് വേണ്ടി വന്നിരിക്കുന്നത്, അപ്പോൾ ഞങ്ങൾക്കെന്ത്? ഇവിടെ ഈശോയുടെ ഉത്തരം എന്ന് പറയുന്നത് മുഴുവൻ വാഗ്ദാനങ്ങളാണ്, മോഹന വാഗ്ദാനങ്ങൾ, എല്ലാം സന്തോഷത്തിൻ്റെതായിട്ടുള്ള, എനിക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് 100 ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ കർത്താവ് കൂട്ടിച്ചേർക്കുന്നു, പീഡനങ്ങളും ഉണ്ടാവുമെന്ന്. പത്രോസിൻ്റെ ചോദ്യത്തിൽ പത്രോസ് ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ എല്ലാം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാലും പത്രോസിൻ്റെ ചോദ്യത്തിലൊരു പ്രതീക്ഷയാണ്. കർത്താവ് പറയുന്നതാണ്, നീ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാലും നിന്റെ മനസ്സിൽ ആ പ്രതീക്ഷ ഉള്ളത് കൊണ്ട് നീ മനസ്സിലാക്കുക, നീ ആഗ്രഹിക്കുന്നതൊക്കെ നിനക്ക് കിട്ടുമായിരിക്കും, പക്ഷേ അതിനപ്പുറത്തേക്ക് നീ പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത്, ചില സമയത്തൊക്കെ നമ്മളും പറയാറുണ്ട്, ഞാൻ അത് ഉപേക്ഷിച്ചു, ഇത് ഉപേക്ഷിച്ചു, ഞാൻ നോമ്പെടുത്തു, ഞാനിങ്ങനെ സഹനം ചെയ്തു, ഇത്ര തിരി ഞാൻ കത്തിച്ചു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമെങ്കിലും എവിടെയോ ആഗ്രഹം കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും മനസ്സിലാക്കുക, ആ അനുഗ്രഹത്തിൻ്റെ ഒപ്പം ഒരു സഹനം ഉണ്ടാവും. അങ്ങനെ സഹനത്തോടുകൂടെ ചേർന്നുള്ള അനുഗ്രഹങ്ങളാണ് ദൈവികമെന്ന് മനസ്സിലാക്കുക. ആകെ സന്തോഷം മാത്രം നിറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അവസ്ഥകളാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്നതെങ്കിൽ മനസ്സിലാക്കുക, അത് ദൈവികമാകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ പിശാച് തൻ്റെ വഴിയിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി നമുക്ക് തരുന്ന മോഹന അവസരങ്ങളുമാകാം. അപ്പോൾ ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കാം, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ സഹനത്തോട് കൂടിയുള്ള അനുഗ്രഹങ്ങൾ തരണമേ. ഈ ഒരു നിയോഗം വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.